Hello dear students, welcome to my YouTube channel. മാത്സിനായി മാത്രം ഞാൻ തുടങ്ങിയ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നു മുതൽ ചെയ്യാൻ പോകുന്നത് ഇന്നർ പ്രോഡക്റ്റ് സ്പേസസ് എന്ന സെക്ഷൻ്റെ കീഴിലെ പ്രോബ്ലംസ് ആണ്. അത് ഫ്രം ദ ബിഗിനിങ് നമ്മൾ ചെയ്യുന്നുണ്ട്. ആ ഒരു സെക്ഷൻ്റെ കീഴിലെ പ്രോബ്ലംസ്, ആദ്യത്തെ കുറേ പ്രോബ്ലംസ് ഒക്കെ ബേസിക് ലെവൽ പ്രോബ്ലംസ് ആയിരിക്കും. ബേസിക് ലെവൽ പ്രോബ്ലംസിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് നോം ഓഫ് യു. യുടെ റൈറ്റ് സൈഡിലും ഡബിൾ ലൈൻ, യുടെ ലെഫ്റ്റ് സൈഡിലും ഡബിൾ ലൈൻ. ഇതിനെ നോം ഓഫ് യു എന്നാണ് വായിക്കുന്നത്. ഇതിന്റെ അർത്ഥം യു എന്ന് പറയുന്ന വെക്ടറിന്റെ ലെങ്ത് എന്നാണ് അതിന്റെ അർത്ഥം. നോം ഓഫ് വി ആൻഡ് നോം ഓഫ് യു പ്ലസ് വി ഇഫ് യു ഇസ് ഗിവൻ ആൻഡ് വി ഇസ് ഗിവൻ. സോ നോം ഓഫ് യു ഇസ് ദ ലെങ്ത് ഓഫ് യു. കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? റൂട്ട് ഓഫ് ഫസ്റ്റ് കോർഡിനേറ്റിന്റെ സ്ക്വയർ, സീറോയുടെ സ്ക്വയർ, അത് സീറോ തന്നെയാണ്, പ്ലസ് രണ്ടാമത്തെ കോർഡിനേറ്റ് ആയ വണ്ണിന്റെ സ്ക്വയർ, വൺ സ്ക്വയർ വൺ തന്നെയാണ്, വൺ പ്ലസ് മൂന്നാമത്തെ കോർഡിനേറ്റ് ആയ മൈനസ് വണ്ണിന്റെ സ്ക്വയർ, അതും വൺ ആണ്, വൺ പ്ലസ് നാലാമത്തെ കോർഡിനേറ്റ് ആയ ടുവിന്റെ സ്ക്വയർ, അത് 4 ആണ്, 4 വിച്ച് ഇസ് ഈക്വൽ ടു 4 പ്ലസ് 1 പ്ലസ് 1 6 ആണ്. സോ റൂട്ട് 6. നോം യു ഇസ് ഈക്വൽ ടു റൂട്ട് 6. യു എന്ന് പറയുന്ന വെക്ടറിന്റെ ലെങ്ത് റൂട്ട് 6 ആണ്. അടുത്തത് നോം വി നമുക്ക് നോക്കാം. റൂട്ട് ഓഫ് വിയുടെ ആദ്യത്തെ കോർഡിനേറ്റിന്റെ സ്ക്വയർ, വണ്ണിന്റെ സ്ക്വയർ, അത് 1 ആണ്, പ്ലസ് വിയുടെ രണ്ടാമത്തെ കോർഡിനേറ്റ് ആയ വണ്ണിന്റെ സ്ക്വയർ, അത് 1 ആണ്, വിയുടെ മൂന്നാമത്തെ കോർഡിനേറ്റ് ആയ 3യുടെ സ്ക്വയർ, അത് 9 ആണ്, വിയുടെ നാലാമത്തെ കോർഡിനേറ്റ് ആയ 0യുടെ സ്ക്വയർ, അത് 0 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 പ്ലസ് 1 പ്ലസ് 1 11. ഇനി യു പ്ലസ് വി എടുത്തതിന് ശേഷം നോം യു പ്ലസ് വി നമുക്ക് കാണാം. യു പ്ലസ് വി, യുടെ ഫസ്റ്റ് കോർഡിനേറ്റും വിയുടെ ഫസ്റ്റ് കോർഡിനേറ്റും ആഡ് ചെയ്യാം. 0 പ്ലസ് 1 ദാറ്റ് ഇസ് 1. യുടെ സെക്കൻഡ് കോർഡിനേറ്റും വിയുടെ സെക്കൻഡ് കോർഡിനേറ്റും ആഡ് ചെയ്യാം. 1 പ്ലസ് 1 2. യുടെ തേർഡ് കോർഡിനേറ്റും വിയുടെ തേർഡ് കോർഡിനേറ്റും ആഡ് ചെയ്യാം. -1 പ്ലസ് 3 2. യുടെ ഫോർത്ത് കോർഡിനേറ്റും വിയുടെ ഫോർത്ത് കോർഡിനേറ്റും ആഡ് ചെയ്യാം. 2 പ്ലസ് 0 2. അതിനുശേഷം നോം എടുക്കാം. നോം ഓഫ് യു പ്ലസ് വി ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആദ്യത്തെ കോർഡിനേറ്റിന്റെ സ്ക്വയർ 1 പ്ലസ് രണ്ടാമത്തെ കോർഡിനേറ്റ് ആയ 2വിന്റെ സ്ക്വയർ 4 പ്ലസ് മൂന്നാമത്തെ കോർഡിനേറ്റ് ആയ 2വിന്റെ സ്ക്വയർ 4 പ്ലസ് നാലാമത്തെ കോർഡിനേറ്റ് ആയ 2വിന്റെ സ്ക്വയർ 4 ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4 പ്ലസ് 4 പ്ലസ് 4 12 ആണ്, പ്ലസ് 1 ഉണ്ട്, സോ റൂട്ട് 30. 3 ഡയമെൻഷൻ 4 ഡയമെൻഷൻ അങ്ങനെ ഹയർ ഡയമെൻഷനിലേക്ക് പോകുമ്പോൾ നമ്മളൊരു വെക്ടറിന്റെ ലെങ്തിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചിഹ്നം എന്ന് പറയുന്നത് നോം ആണ്. നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വി ആൻഡ് വെരിഫൈ ദാറ്റ് ഇറ്റ് ഹാസ് ലെങ്ത് 1. അപ്പോൾ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വി ആദ്യം ചെയ്യാം. യൂണിറ്റ് വെക്ടർ in the direction of v. അതെന്ന് പറയുന്നത് വിയെ അതിന്റെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. വി ബൈ നോം വി, അങ്ങനെയാണ് നമുക്ക് യൂണിറ്റ് വെക്ടർ കിട്ടുക. അപ്പം വി നമുക്കറിയാം, പക്ഷെ നോം വി നമുക്കറിയില്ല. നോം വി ആദ്യം കണ്ടുപിടിക്കാം. നോം വി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 3യുടെ സ്ക്വയർ 9 പ്ലസ് -1ന്റെ സ്ക്വയർ 1 പ്ലസ് 2യുടെ സ്ക്വയർ 4. സോ റൂട്ട് ഓഫ് 9 പ്ലസ് 1 10 പ്ലസ് 4 14, റൂട്ട് 14. സോ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വി എന്ന് പറയുന്നത് 3, -1, 2 the whole divided by root 14. That is equal to ഓരോന്നിനെയും റൂട്ട് 14 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 3 by root 14,
-1 by root 14, 2 by root 14. ഇതിനെ നമുക്ക് u എന്ന് ഡിനോട്ട് ചെയ്യാം. യുടെ ലെങ്ത് 1 ആണെന്ന് വെരിഫൈ ചെയ്യണം. അതായത് നോം u 1 ആണെന്ന് വെരിഫൈ ചെയ്യണം. നമുക്ക് നോം u കണ്ടു നോക്കാം. നോം u ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആദ്യത്തെ കോർഡിനേറ്റിന്റെ സ്ക്വയർ 3യുടെ സ്ക്വയർ 9 ആണ്, റൂട്ട് 14ന്റെ സ്ക്വയർ 14 ആണ്. 9 by 14 പ്ലസ് രണ്ടാമത്തെ കോർഡിനേറ്റിന്റെ സ്ക്വയർ -1ന്റെ സ്ക്വയർ 1 ആണ്, റൂട്ട് 14ന്റെ സ്ക്വയർ 14 ആണ്. പ്ലസ് മൂന്നാമത്തെ കോർഡിനേറ്റിന്റെ സ്ക്വയർ 2യുടെ സ്ക്വയർ 4 ആണ്, റൂട്ട് 14ന്റെ സ്ക്വയർ 14 ആണ്. ദിസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സെയിം ഡിനോമിനേറ്റർ ആണ്. ഇപ്പൊ ന്യൂമറേറ്റർ നമുക്ക് ആഡ് ചെയ്യാം. 9 plus 1 10 plus 4 14, 14 by 14. That is equal to root of 1, which is equal to 1. -1 ആണോന്ന് സംശയം തോന്നേണ്ട കാര്യമില്ല. നോം u denotes the length of the vector u. ലെങ്ത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. സോ റൂട്ട് 1 is taken as 1. അപ്പോൾ ലെങ്ത് ഓഫ് u is 1. Definitely use a unit vector. Verify that it has length 1 എന്നാണ്. യുടെ ലെങ്ത് അഥവാ നോം u എന്ന് പറയുന്നത് 1 തന്നെയാണെന്ന് വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, now we move on to the next problem. Find the vector v in R2 with mod v is equal to 4. ഇവിടെ നോം തന്നിട്ടില്ല, മോഡാണ് തന്നിരിക്കുന്നത്. കാരണം 2 ഡയമെൻഷൻ ആകുമ്പോൾ നമ്മൾ എപ്പോഴും ലെങ്തിന് മോഡ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഹയർ ഡയമെൻഷൻ ആകുമ്പോഴാണ് ലെങ്തിനെ നമ്മൾ നോം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻഡ് ദ വെക്ടർ v in R2 with mod v is equal to 4 and the opposite direction of u. അപ്പോ മോഡ് v 4 ആയിരിക്കണം, പക്ഷെ അതിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് u ആയിരിക്കണം. അപ്പോ ആദ്യം നമുക്ക് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു u എഴുതാം. ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു u കോർഡിനേറ്റ്സ് ആയിട്ട് തന്നെ ഇട്ട് എഴുതാം. ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു u അത് ഇതിന്റെ നെഗറ്റീവ് ആണ്. സോ -1, ഇതിന്റെ നെഗറ്റീവ് -1. ഇനി യൂണിറ്റ് വെക്ടർ in the direction opposite to u. In the direction opposite to u. യുവിനെ അതിന്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. മോഡ് u എന്ന് പറയുന്നത് റൂട്ട് ഓഫ് -1ന്റെ സ്ക്വയർ 1 പ്ലസ് -1ന്റെ സ്ക്വയർ 1 റൂട്ട് 2 ആണ്. സോ -1നെ അതിന്റെ മോഡുലസ് ആയ റൂട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ദിസ് ഇസ് ഈക്വൽ ടു -1 by root 2, -1 by root 2. യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു u. യുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ ലെങ്ത് 1 ആയ വെക്ടർ ആണിത്. നമുക്ക് വേണ്ടത് യുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ ലെങ്ത് 4, മോഡ് v 4, ലെങ്ത് 4 ആയ വെക്ടർ ആണ് വേണ്ടത്. ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? നമുക്ക് നോക്കാം. വെക്ടർ ഓഫ് ലെങ്ത് 4 in the opposite direction of u. ഇത് വെക്ടർ ഓഫ് ലെങ്ത് 1 ആണ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് u. ഇങ്ങനെ മനസ്സിലായി? യൂണിറ്റ് വെക്ടർ, അതായത് വെക്ടർ ഓഫ് ലെങ്ത് 1 ആണ് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു u ആണിത്. നമുക്ക് വെക്ടർ ഓഫ് ലെങ്ത് 4 വേണം ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു u. അതേ ഡയറക്ഷൻ ആണ്, പക്ഷെ ലെങ്ത് 4 വേണം. ഇതിന്റെ ലെങ്ത് 1 ആണ്. അപ്പോൾ 4 ആണെങ്കിൽ പിന്നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 4 into -1 by root 2, -1 by root 2. That is equal to 4 അകത്തേക്ക് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യാം. -4 by root 2, -4 by root 2. ഇതിനെ എനിക്ക് -2 into 2 എന്ന് എഴുതാം, by root 2. ഇതിനെ -2 into 2 by root 2 എന്ന് എഴുതാം, which is equal to -2 into ഈ രണ്ടാമത്തെ 2നെ ഞാൻ √2 into √2 എന്ന് എഴുതുന്നു. താഴത്തെ √2 അതുപോലെ കിടക്കട്ടെ. ഈ -2 ഞാൻ അതുപോലെ എഴുതുന്നു. ഈ രണ്ടാമത്തെ 2നെ √2 into √2 എന്ന് എഴുതുന്നു. താഴത്തെ √2 അതുപോലെ കിടക്കട്ടെ. ഇതെല്ലാം കണക്റ്റഡ് ബൈ മൾട്ടിപ്ലിക്കേഷൻ ആണ്, പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ക്യാൻസലേഷൻസ് ചെയ്യാം. ഈ √2 √2 കട്ട് ചെയ്ത് കളയാം.
റൂട്ടും കട്ട് ചെയ്ത് കളയാം. എന്താ കിട്ടുന്നേ? -2√2, -2√2. ഇപ്പോ ലെങ്ത് 4 ആയതുകൊണ്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ലെങ്ത് എത്രയാണോ പറയുന്നത് ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിപ്പോ വെക്ടർ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് യു ആണ് ചോദ്യം. സോ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു യു ആദ്യം എടുത്തു, എന്നിട്ട് യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു യു എടുത്തു. യൂണിറ്റ് വെക്ടർ എടുത്ത ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത്? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. Find the distance between two vectors u and v in R2. Formula ഉണ്ട് d of u, v. Distance between u and v is equal to norm of u minus v. അത് 3D സ്പേസ് 4D സ്പേസ് ഒക്കെ ആണെങ്കിൽ നോം തന്നെ വായിക്കും. 2D ആണെങ്കിൽ മോഡ് എന്ന് എഴുതിയാലും മതി. പക്ഷെ എന്നാലും ജനറൽ ആയിട്ട് നമുക്ക് നോം എന്ന് എഴുതാം. സോ ആദ്യം u minus v കണ്ടുപിടിക്കണം. u minus v which is equal to -1, -4 minus v എന്ന് പറയുന്നത് 2, 3 which is equal to -1, -2 അത് -3 ആണ്. -4, -3 അത് -7 ആണ്. ഒന്നുകൂടി നോക്കുക. x കോർഡിനേറ്റ് -1, ഇവിടുത്തെ x കോർഡിനേറ്റ് 2. -1 -2 -3 ആണ്. -4 -3 അത് -7 ആണ്. ഓക്കെ. സോ അങ്ങനെ u minus v നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമുക്കിനി വേണ്ടത് d of uv is equal to norm of u minus v. u minus v യുടെ നോം കാണണം. റൂട്ട് ഓഫ് ആദ്യത്തെ കോർഡിനേറ്റിന് സ്ക്വയർ 9 പ്ലസ് രണ്ടാമത്തെ കോർഡിനേറ്റിന് സ്ക്വയർ -7 സ്ക്വയർ 49. ദാറ്റ് is equal to റൂട്ട് ഓഫ് 49 plus 9 എന്ന് പറയുന്നത് 58. റൂട്ട് 58 ആണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ u and v. Find the angle between the two vectors u and v in R2 എന്ന് തന്നിട്ടുണ്ട്. രണ്ട് വെക്ടേഴ്സിന് ഇടയ്ക്കുള്ള ആംഗിൾ നമുക്കറിയാം. u dot v എന്ന് പറയുന്നത് mod v cos തീറ്റയാണ്. നമ്മളത് 2 ഡയമെൻഷണൽ സ്പേസിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതും. ഇത് 3D 4D 5D 6D സ്പേസിലാണെങ്കിൽ നോം u നോം v cos തീറ്റ എന്നായിരിക്കും എഴുതുന്നത്. ഇത് 2 ഡയമെൻഷണൽ സ്പേസ് ആണ് R2, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. ഓക്കെ. സോ u dot v by mod u into mod v is equal to cos theta. ഇത് mod u into mod v into cos theta ആണ്. സോ സൈഡ് ചേഞ്ച് ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് ബിക്കംസ് ഡിവിഷൻ. ഇത് റൈറ്റ് ഹാൻഡ് സൈഡിലായിരുന്നു, ലെഫ്റ്റിലേക്ക് പോയപ്പോൾ പ്രോഡക്റ്റ് ബിക്കംസ് ഡിവിഷൻ. സോ ഇതെല്ലാം കണ്ടുപിടിക്കാൻ ആദ്യം u dot v ആദ്യം കാണാം. u dot v എന്ന് പറയുന്നത് 3 into -2 -6 plus 1 into 4. അങ്ങനെയാണ് നമ്മൾ u dot v കാണുന്നത്. കാരണം i dot i 1 എന്നറിയാം, പക്ഷെ i dot j i dot k ഒക്കെ 0 ആണ്. അതുപോലെ j dot j 1 എന്നറിയാം, j dot i j dot k ഒക്കെ 0 ആണ്. അപ്പോ എന്താ പറയാ, ഫസ്റ്റ് കോർഡിനേറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതുപോലെ സെക്കൻഡ് കോർഡിനേറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. തേർഡിന് തേർഡുമായിട്ട്, ഫോർത്തുമായിട്ട് അങ്ങനെ. ഇവിടെ ഏതെല്ലാം 2 കോർഡിനേറ്റേ ഉള്ളൂ. സോ 3 into -2 is -6, 1 into 4 is 4. So u dot v is -2. mod u, നോം u എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇത് 2 ഡയമെൻഷണൽ സ്പേസ് അതുകൊണ്ട് mod u എന്ന് എഴുതി എന്ന് മാത്രം. റൂട്ട് ഓഫ് ലെങ്ത് ഓഫ് u ആണ് 3യുടെ സ്ക്വയർ 9 പ്ലസ് 1ന്റെ സ്ക്വയർ 1. ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് 10. നോം യുവും റൂട്ട് 10 തന്നെയാണ്. നോം യു എന്ന് പറയുന്ന ലെങ്ത് ഓഫ് യു ആണ്, പക്ഷെ അത് നോർമലി യൂസ്ഡ് ഫോർ 3 ഡയമെൻഷൻ 4 ഡയമെൻഷൻ 5 ഡയമെൻഷൻ സ്പേസസ്. 2 ഡയമെൻഷൻ സ്പേസസിന് നോർമലി എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ചിഹ്നം mod u എന്നുള്ളതാണ്. നോം ഉപയോഗിച്ചാലും തെറ്റില്ല. mod u is equal to റൂട്ട് 10. അടുത്തത് mod v കാണണം. mod v is equal to റൂട്ട് ഓഫ് ഫസ്റ്റ് കോർഡിനേറ്റിന്റെ സ്ക്വയർ -2യുടെ സ്ക്വയർ 4, സെക്കൻഡ് കോർഡിനേറ്റ് 4ന്റെ സ്ക്വയർ 16. സോ ദിസ് ഇസ് റൂട്ട് ഓഫ് 20. ഇതിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു u dot v by mod u into mod v is equal to u dot v അത് -2 ആണ്,
by mod u root 10 into mod v root 20. So minus 2 by root 20 into 10 എന്ന് പറയുന്നത് 200 ആണ്. So this is equal to minus 2 by 200നെ എനിക്ക് 4 into 50 എന്ന് എഴുതാം. ശരിയാണ് നോക്കുക. 4 into 50 ആണ് 200. സോ മൈനസ് 2 by 4 റൂട്ടിന്റെ പുറത്തേക്ക് പോകുമ്പോൾ 2 ആകും. പിന്നെ റൂട്ടിന്റെ ഉള്ളിൽ 50 കാണത്തുള്ളൂ. റൂട്ട് 4 എന്ന് പറയുന്നത് 2 ആണ്. 4 പിന്നെ എഴുതേണ്ട കാര്യമില്ല. റൂട്ട് 50 മാത്രമേ കാണത്തുള്ളൂ. ഈ 2ഉം 2ഉം ക്യാൻസൽ ആയി പോകും. 2 into root 50 ആണ്. സോ 2ഉം 2ഉം ക്യാൻസൽ ആയി പോകും. So this is minus 1 by root 50. So root 50. So cos theta is equal to minus 1 by root 50. തീറ്റ എന്ന് പറയുന്നത് കോസ് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാ. ഫംഗ്ഷൻ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇൻവേഴ്സ് കോസ് ഇൻവേഴ്സ് ഓഫ് minus 1 by root 50 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ദിസ് ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ u ആൻഡ് v. ഇത് 2D ആയതുകൊണ്ടാണ് മോഡ് u മോഡ് v ഉപയോഗിച്ചിരിക്കുന്നത്. u ആണെങ്കിലും v ആണെങ്കിലും രണ്ട് കോർഡിനേറ്റ്സേ ഉള്ളൂ. കൂടുതൽ കോർഡിനേറ്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ നോം u നോം v എന്ന ചിഹ്നമായിരിക്കും ഉപയോഗിക്കുക. നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. വെരിഫൈ കോഷി-ഷ്വാർട്സ് ഇനീക്വാളിറ്റി ഫോർ u ആൻഡ് v തന്നിട്ടുണ്ട്. കോഷി-ഷ്വാർട്സ് ഇനീക്വാളിറ്റി ഇതാണ്. ഈ ഇനീക്വാളിറ്റി നമ്മൾ വെരിഫൈ ചെയ്യണം. ഇത് കാണാതെ പഠിച്ചിട്ട് പോകണേ. മോഡ് u ഡോട്ട് v ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം u ഇൻറ്റു നോം v. നമുക്ക് ആദ്യം ലെഫ്റ്റ് സൈഡ് ചെയ്യാം. ആദ്യം u ഡോട്ട് v എടുക്കാം. u ഡോട്ട് v is equal to യുടെ ഫസ്റ്റ് കോർഡിനേറ്റും വിയുടെ ഫസ്റ്റ് കോർഡിനേറ്റും മൾട്ടിപ്ലൈ ചെയ്യുക 2 പ്ലസ് യുടെ സെക്കൻഡ് കോർഡിനേറ്റും വിയുടെ സെക്കൻഡ് കോർഡിനേറ്റും മൾട്ടിപ്ലൈ ചെയ്യുക അത് 0 പ്ലസ് യുടെ തേർഡ് കോർഡിനേറ്റും വിയുടെ തേർഡ് കോർഡിനേറ്റും മൾട്ടിപ്ലൈ ചെയ്യുക -3. അതായത് 2 - 3 എന്ന് പറയുന്നത് -1. സോ മോഡുലസ് ഓഫ് യു ഡോട്ട് വി എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് -1 വിച്ച് ഇസ് ഈക്വൽ ടു 1. മോഡുലസ് ഓഫ് എ നെഗറ്റീവ് നമ്പർ ആണെങ്കിലും പോസിറ്റീവ് ആണ്. മോഡുലസ് ഓഫ് എ പോസിറ്റീവ് നമ്പർ ആണെങ്കിലും പോസിറ്റീവ് ആണ്. അടുത്തത് നോം യു നോക്കാം. നോം യു ദ ലെങ്ത് ഓഫ് യു 3 ഡയമെൻഷൻ സ്പേസ് ആണ്. 3 കോർഡിനേറ്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് മോഡ് ഉപയോഗിക്കാതെ നോം തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. റൂട്ട് ഓഫ് ആദ്യത്തെ കോർഡിനേറ്റിന്റെ സ്ക്വയർ 1ന്റെ സ്ക്വയർ 1 പ്ലസ് രണ്ടാമത്തെ കോർഡിനേറ്റിന്റെ സ്ക്വയർ -1ന്റെ സ്ക്വയർ 1 പ്ലസ് മൂന്നാമത്തെ കോർഡിനേറ്റിന്റെ സ്ക്വയർ 3യുടെ സ്ക്വയർ 9. സോ നോം യു ഇസ് ഈക്വൽ ടു റൂട്ട് 11. അടുത്തത് നോം വി റൂട്ട് ഓഫ് ആദ്യത്തെ കോർഡിനേറ്റിന്റെ സ്ക്വയർ 4 രണ്ടാമത്തെ കോർഡിനേറ്റിന്റെ സ്ക്വയർ 0 മൂന്നാമത്തെ കോർഡിനേറ്റിന്റെ സ്ക്വയർ -1ന്റെ സ്ക്വയർ 1 ആണ്. സോ റൂട്ട് 5. മോഡുലസ് ഓഫ് യു ഡോട്ട് വി ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം യു ഇൻറ്റു നോം വി. നമുക്ക് അങ്ങനെ പറയാൻ പറ്റും അല്ലേ? കാരണം നോം യു ഇൻറ്റു നോം വി എന്താണ്? നോം യു ഇൻറ്റു നോം വി എന്ന് പറയുന്നത് റൂട്ട് 11 ഇൻറ്റു റൂട്ട് 5 ആണ്. അതായത് റൂട്ട് 55 ആണ്. ക്ലിയർ ആയിട്ടും 1 is less than or equal to root 55. ആക്ച്വലി 1 ലെസ് ദാൻ റൂട്ട് 55 ആണ്. പിന്നെ നമ്മളിങ്ങനെ എഴുതുന്നേ ഉള്ളൂ. കോഷി-ഷ്വാർട്സ് ഇനീക്വാളിറ്റി ഇസ് ദസ് വെരിഫൈഡ്. അപ്പോൾ കോഷി-ഷ്വാർട്സ് ഇനീക്വാളിറ്റി പാർട്ട് എയിൽ 3 മാർക്കിനൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനീക്വാളിറ്റി കാണാതെ പഠിക്കുക. ഇപ്പൊ തന്നെ ബൈ ഹാർട്ട് ചെയ്യുക. മോഡുലസ് ഓഫ് യു ഡോട്ട് വി ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം യു ഇൻറ്റു നോം വി. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ വീഡിയോ.